ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഓഗസ്റ്റ് മാസം 13-ാം തീയതി ആണ്ടുവട്ടത്തിലെ 19-ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയും 10-ഉം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ്. രണ്ട് കാര്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തേത് സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ് എന്നുള്ള ചിന്തയാണ്. എല്ലാവർക്കും വലിയവരാകണമെന്നുള്ള ചിന്തയാണ്. അങ്ങനെ വലിയവരാകുവാനായിട്ടുള്ള ആഗ്രഹത്താൽ എല്ലാവരും വലിയ കാര്യങ്ങൾ ചെയ്യുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ യേശു തികച്ചും നമ്മളെ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. സ്വർഗരാജ്യത്തിലെ വലിയവൻ എന്നത് ഒരു ശിശുവിനെ പോലെ ചെറുതാകുന്നവനാണ്. അപ്പോൾ ഒരു ശിശുവിനെ പോലെ ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവനെന്ന് ഈശോ പറയുന്നു. നമുക്കെല്ലാവർക്കും വലിയവരാകുവാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ശിശുവിനെ പോലെ ചെറുതാകുവാനായിട്ടുള്ള ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കില്ല. ഒരു ശിശു എപ്രകാരമാണ് മാതാപിതാക്കളെ ആശ്രയിക്കുന്നത്? തൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് ചിലപ്പോൾ പറയുവാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ കരച്ചിലിലൂടെ മാത്രം തൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് സമ്മതിച്ചുകൊണ്ട് അത് നേടിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. അപ്പോൾ ഒരു ശിശു എത്രമാത്രം തൻ്റെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ആശ്രയിക്കുന്നുവോ അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മളും എല്ലാവരും സ്വർഗരാജ്യത്തിലെ വലിയവരായിട്ട് മാറുകയാണ്. രണ്ടാമതായിട്ട് ഈശോ പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നില്ല. ഒരുവന് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99നെയും വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ കണ്ടെത്തുവാനായിട്ട് യാത്ര ചെയ്യുകയും കണ്ടെത്തി കഴിയുമ്പോൾ അതിയായിട്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ഇടയനെ പോലെയാണ് ദൈവമെന്ന് ഈശോ നമ്മളോട് പറയുന്നു. അപ്പോൾ ഒരു ആട് നഷ്ടപ്പെട്ടു പോയാൽ, ഒരു ചെറിയ ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോയാൽ അത്രമാത്രം വ്യതയോടുകൂടെ അത്രമാത്രം ഉത്കണ്ഠയോടുകൂടെ അതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ദൈവത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചെറിയവരാകുവാനും ചെറിയവരെ പോലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവത്തെയും നമ്മൾ കാണുന്നു. അപ്പോൾ ചെറുതെന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല, ചെറുതെന്ന് പറയുന്നത് വലുത് തന്നെയാണ്. ചിലപ്പോൾ മനുഷ്യരുടെ ദൃഷ്ടിയിൽ നമ്മൾ ചെറുതായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ വിലപിടിപ്പുള്ളവരാണ്. നമ്മൾ ചിലപ്പോൾ വഴിതെറ്റി സഞ്ചരിച്ചിട്ടുണ്ടാകാം. ഇനി ആരും നമ്മെ തിരക്കി വരില്ല, ഇനി നമുക്ക് തിരിച്ച് ഇടയന്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കില്ല എന്ന് ചിലപ്പോൾ നമ്മൾ കരുതിയേക്കാം. എങ്കിൽ കൂടിയും ഈശോയുടെ ഒരു വചനം നമ്മൾ പ്രത്യാശ നൽകണം. അവിടുത്തെ കാരുണ്യത്തിൽ പ്രത്യാശ അർപ്പിക്കുക. അവിടുത്തെ കാരുണ്യത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എത്രമാത്രം വഴിതെറ്റിപ്പോയിട്ടുണ്ട് എങ്കിലും എല്ലാവരും നമ്മൾ നശിച്ചു പോയി എന്ന് കരുതിയാൽ പോലും ദൈവം നമ്മെ തിരക്കി വരും, നമ്മളെ നേടും, നമ്മളെ സ്വർഗരാജ്യത്തിലെ വലിയവരാക്കി അവിടുന്ന് മാറ്റുകയും ചെയ്യും. അപ്പോൾ എളിമയോടുകൂടെ അവിടുത്തെ കാരുണ്യത്തെ പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുന്ന വ്യക്തികളായി തീർന്നുകൊണ്ട് എളിയവരായി എപ്പോഴും ഒരു കുഞ്ഞ് എപ്രകാരം ദൈവത്തെ ആശ്രയിക്കുന്നുവോ അതുപോലെ നമ്മളും ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിച്ച് ദൈവത്തിൻ്റെ ദൃഷ്ടിയിലെ ഏറ്റവും എളിയവരായി തീരുവാനായിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും സ്വർഗരാജ്യത്തിലെ വലിയവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക തന്നെ ചെയ്യും. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.